കൊട്ടിയൂർ വൈശാഖ മഹോത്സവവും അതിനോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളും സംബന്ധിച്ച് ക്ഷേത്രത്തിലെ പെരുവണ്ണാൻ സ്ഥാനികൻ അരുൺ പെരുവണ്ണാൻ നമ്മളോട് പറയുന്നതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ദൈവത്തിൻ്റെ കയ്യാലാണ് ഇതിപ്പോൾ നമ്മളെ ഈ കയ്യാൽ ഇപ്പോൾ പെരുവണ്ണാനും പുറകലേനുണ്ട്. ദൈവത്തിൻ്റെ കയ്യാലാന്നുണ്ട്, ഇതിനകത്തൊരു സ്ഥലമുണ്ട്. അത് കയ്യാലെന്ന് വെച്ചാൽ ഈ പണ്ട് കാലത്ത് ഈ പാലയില്ല, ഈ പാല ഈ പാലക്ക് ഇപ്പറാണ് ഈ കയ്യാലകളൊക്കെ ഇല്ല. അപ്പോൾ ഈ ദേവസ്വത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ കുറേ നീക്കം വന്നു. പണ്ടത്തെ തിരുവഞ്ചിറയല്ലേ, വീതി കൂട്ടിയാലും ഈ കയ്യാലകളൊക്കെ പുറകോട്ട് പോയി. അപ്പോൾ നമ്മളെ കയ്യാലൊക്കെ ഇവിടെ ഈ വഴിയും നടവഴി വീതി പണ്ട് ആശാരിൻ്റെ കയ്യാൽ ഈ പാലൻ്റെ ചോട്ടിൽ ഇതിൻ്റെ നേരെ മുമ്പിലായിട്ട് നമ്മളെ കയ്യാല ഇവിടെ സെപ്പറേറ്റ് ആയിരുന്നു. ഇതിൻ്റെ മുന്നിലേനും പെരുവണ്ണാൻ്റെ കയ്യാല, ഈ 2 മരത്തിൻ്റെ ഗ്യാപ്പിലേനും പുറകലേൻ്റെ കയ്യാല, ഇതിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ ചെറിയ ദൈവത്തിൻ്റെ കയ്യാലാണ് ഒരു കയ്യാലുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ബിൽഡിങ് പുതിയതായിട്ട് എടുത്തേരാ അങ്ങോട്ട് എടുത്തത്. അപ്പോൾ ഇതിനൊരു കണക്കുണ്ട്, നമുക്ക് ഓരോ ഭാഗത്ത് നിൽക്കണ്ട്. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഇവരൊക്കെ തീരുമാനിച്ച് നമ്മൾ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല, ഒരുമിച്ചിട്ട് അങ്ങനെ പോകാൻ പാടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇവർ അച്ഛനേനും അന്നേരം അച്ഛനും പുറകലേനും കൂടി പറഞ്ഞോടും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒറ്റപ്പലാനിൽ നമുക്ക് എപ്പോൾ നിരന്തരം ബന്ധപ്പെടണ്ടേ ഓരോ കാര്യത്തിൽ. അപ്പോൾ അതുമാത്രമല്ല ഈ പാലക്കാട് അപ്പുറം പോകാനും പാടില്ലാത്ത നമ്മളിവിടെ ഒന്നായിട്ട് ദേവസ്വം ഇങ്ങനെ നിങ്ങൾ മാറ്റി തരുന്നുണ്ട്, ഇങ്ങോട്ടാക്കി തരണം, അങ്ങോട്ട് നമ്മൾ പോകില്ല. അതിലകത്ത് ആശാരി മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ, അങ്ങ് അറ്റത്ത് ഈ കയ്യാൽ ലാസ്റ്റ്. നമ്മളിപ്പോൾ നമ്മൾ 3 മാത്രമേ ഇപ്പോൾ ഈ ഭാഗത്തില്ലു. ഒരു കയ്യാലെ ഇപ്പോൾ 3 ആളായിട്ടല്ലേ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവർ പുറകിലെ സ്ഥാനീയനാണ്, ഇവർക്ക് ഓരോ ചടങ്ങുണ്ട്. അവരങ്ങ് പോയി പിറ്റേന്ന് ഇവർ തറ വൃത്തിയാക്കണമെങ്കിൽ കത്തി ഇവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ നാളെ മുത്തപ്പനാർ പറയുന്നത് ഇന്നലെ വെപ്പ് കൊട്ടേരിക്കാവില് അതിപ്പോ ഏതാണ്ട് ഇന്ന് ഇളനീവെപ്പ് ഒരു 10-11 മണി. നമുക്ക് സമയം അങ്ങനെ പറയാൻ പറ്റില്ല. ഊഹം കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കിന് ഒരു 10:30 ആകുമ്പോൾ അതിന് തോന്നും. അത്രയേ ഉള്ളൂ സമയം. ഏകദേശം നമ്മള അതിൻ്റെ ഒരു ഈ ഇളനീ വെപ്പിൻ്റെ ഒരു അന്തരീക്ഷത്തിലായിരിക്കും എല്ലാം. ഭക്തിസാന്ദ്രമായ ഒരു അവസ്ഥയിലല്ലേ ഉണ്ടാവും, നല്ല ശ്രദ്ധയാടല്ലേ ഉണ്ടാവും. അപ്പോൾ സമയമുണ്ട് ഏകദേശം ഒരു 10-ക്കുള്ളിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യം ആകാം, അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാം. സമയം വെച്ചാൽ ശിവേലി, രാത്രിക്ക് ശിവേലി ചെയ്യണം, ശ്രീഭൂതബലി. അതിനുശേഷം ഇത് ചടങ്ങ് തുടങ്ങും. പിറ്റേന്ന് നാളത്തെ മുത്തപ്പനാർ പറയും. അതിൽ ഈ വീരഭദ്രൻ ഈ കൊട്ടേരിക്കാവിൽ നിന്ന് ഇതിൻ്റെ കിഴക്ക് ഭാഗത്തൊരു കൊട്ടേരിക്കാവ്, ആ കാവിൻ്റെ അന്നാണ് ഇത് കെട്ടിയിട്ട് വരിക. അതിൽ ഈ പുറങ്കലേനാണ് ഈ വീരഭദ്രനാവും, ഈ പുറങ്കലേന. അപ്പോൾ അത് ചെയ്യിക്കേണ്ടത് നമ്മളാണ്. അന്നത്തെ കാവിലെ പൈങ്കുറ്റി പൂജകൾ അവിടെ ഒരു രഹസ്യമായിട്ടൊരു കർമ്മങ്ങളുണ്ട്, അത് നമ്മളെ ചെയ്യുന്നത്. അത് ചെയ്തതിന് പുറകലെ ആരും കാണൂല, പുഴയിൽ പോയി മുങ്ങി വന്ന് അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. അവരെ രൂപം കെട്ടി നമ്മൾ പ്രത്യേകതരം ശബ്ദത്തോട് കൂടിയിട്ട് അങ്ങോട്ട് വരും. ഇവിടുന്ന് വിളിച്ച് ചോദിക്കും, അങ്ങോട്ട് വരും. ഇവിടെ എത്തി അവിടെ നിന്ന് ഒരു അരി ചേർത്ത് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നതിന് ശേഷം മാത്രമേ ഈ അഭിഷേകം തുടങ്ങും. പണ്ടത്തെ കണക്കുള്ള ഈ വീരഭദ്രൻ യാഗം മുടക്കാൻ വരുന്നൊരു എന്താ പറയുക, ഒരു ഭയങ്കരമായൊരു അന്തരീക്ഷമായിരുന്നു, ഭയാനകമായിട്ടുള്ള. അപ്പോൾ ചൂട്ടിയെല്ലാം കെട്ടി ഒരു പ്രത്യേക ശബ്ദത്തോട് കൂടിയിട്ടാണ് മുടക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം നമ്മൾ നിരന്തരം ഈ കഴകത്തുണ്ടാവും. പിന്നെ നമുക്ക് അമ്മാറക്കിൽ എല്ലാം നമുക്ക് നിവേദ്യം, ദേവിക്ക് വെച്ച നിവേദ്യം, അത് നമുക്ക് 4 ആക്കാം. ഒറ്റപ്പെട്ട പുറകലെ തിരുവണ്ണൻ ആശാരി, ആ ചോറ് നമുക്ക് 4 കയ്യാലൊക്കെയാണ് ആ ചോറ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത്. പിന്നെ പ്രധാനപ്പെട്ട ദിവസം പായസം ഉണ്ടാവും, ബാക്കിയുള്ള ചടങ്ങുണ്ടാവും. ഇനി ഇതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യുന്നത് ഈ ചടങ്ങ് കഴിഞ്ഞ് ഇനി ഉത്സവം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മണത്തണ കുളങ്ങര തമ്പലത്തിൽ ലാസ്റ്റ് ഭണ്ണാര അടച്ചുകൂട്ടി കലശം തൊട്ട് കലശമുണ്ട്, അതൊക്കെ ചെയ്യണം. അത് ഈ ഉച്ച സമുദായത്തിൽ ആടുന്നൊരാളുണ്ട്. ഈ വർഷത്തിൽ 2 കലശം ഉണ്ടാവും. പ്രക്കുഴത്തിൻ്റെ തലേന്ന് എല്ലാ ചൊവ്വാവള്ളി വരുന്ന ദിവസം ഒന്ന് ഈ ഉത്സവം കഴിഞ്ഞു പോയി ചപ്പാരത്തിൽ അടിയന്തരം കഴിഞ്ഞിട്ടതിന് ശേഷവും ഇല്ല ചൊവ്വ, അത് ഈ ഊരാളന്മാരെല്ലാം പങ്കെടുക്കുന്നില്ല ചപ്പാരത്തിലേക്ക്, ചപ്പാരം പോകുന്നില്ല. അപ്പോൾ അതിന് ശേഷമില്ല ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വരുന്ന ദിവസം ഈ കുളങ്ങരയിൽ. അതിന് ശേഷം നാട്ടിലെ പരിപാടിയെല്ലാം വീണ്ടും തുടങ്ങും. നമ്മൾ ഈ കല്യാണമായിക്കോട്ടെ, വീട്ടിൽ കൂടുതലായിക്കോട്ടെ, ബാക്കി ദേവീക്ഷേത്രം ഇപ്പോൾ അത്തിക്കണ്ടമ്പലമുണ്ട്, ഈ പറഞ്ഞ കുളങ്ങര തമ്പലം, കരിമനക്കലെല്ലാം കലശമുണ്ട്. ഈ കുളങ്ങര തമ്പലത്തിൽ വഴിപാട് കലശമുണ്ട്, ചൊവ്വയും വെള്ളിയും. അത് കുളങ്ങരയത്ത് കഴിക്കുന്നത് രാത്രിയുണ്ടാവും 6 മണിക്ക് ശേഷം.
അത്തിക്കണ്ടെന്നാണ് ഉച്ചക്കലശം. അതൊക്കെ ഇപ്പം നിലവിൽ പെരുമാൾ അടിയന്തരമായി ബന്ധപ്പെട്ടിട്ട് പ്രക്കുളത്തിന് ശേഷം ഇനി ഭഗവാന്റെ ഈ ചടങ്ങുകൾ എല്ലാം തൃക്കലശാട്ട് കഴിഞ്ഞ് ഈ പറഞ്ഞ ഭണ്ണാരടച്ചു കൂടി കലശം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി നമ്മളെ നാട്ടിലെ അടിയന്തരം ഒരു പൈൻകുറ്റി മുത്തപ്പൻ വൈകിഞ്ച് വീട്ടിൽ ഒരു മുത്തം വെള്ളാട്ടം കഴിക്കുന്നത് എന്തുണ്ടെങ്കിലും എല്ലാം ചെയ്യുന്നെങ്കിൽ ഈ ചടങ്ങ് ഭഗവാന്റെ എല്ലാം ക്ലിയറാണ്. ഇവിടുത്തെ എല്ലാ കർമ്മങ്ങൾ പൂർത്തിച്ച് അതുവരെ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ദീക്ഷ ധരിച്ച് നിൽക്കുമ്പോൾ തന്നെയാണ്. അതായത് ഒരു 28 ദിവസം ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക. ഭഗവാന്റെ നിവേദ്യങ്ങൾ, ഭഗവാന്റെ പ്രസാദങ്ങൾ നമ്മളെന്താണ് ചെയ്യുന്നത് പൂർവ്വകാലത്ത് നമ്മളോട് പറഞ്ഞു തന്നപോലെ മുടക്കം വരാണ്ട് ഭഗവാനിലേക്ക് നമ്മൾ അർപ്പിച്ച് നിൽക്കുന്നത്. പിന്നെ ബാക്കി ഓരോ ആൾക്കും ഇപ്പോൾ ഈ പർണശാലയിൽ നിൽക്കുന്ന എല്ലാ അടിയന്തരക്കാരും എല്ലാവരും ഇവിടെ ഭഗവാനെടുക്കുക ഇവിടെ എല്ലാ സമുദായത്തിനുണ്ട്. അതേപോലെ എല്ലാവരും തുല്യരായിട്ട് നിൽക്കുന്നൊരു സന്നിധാനമാണ്. അപ്പോൾ എല്ലാവർക്കും അവനവന് വേണ്ടത് ഓരോ കഴകം ഇപ്പോൾ ഇവിടുത്തെ കഴകത്തിലെ അടിയന്തരങ്ങൾ ഓരോ തറവാട് വകയിലാണ് ഓരോ സ്ഥാനികമാണ്. അത് അവരിൽ മാത്രം അടയ്ക്കണം. ഇതെല്ലാവരും കൂടിച്ചേരുന്ന ഒരു മഹോത്സവം. അതായത് ഈ കൊട്ടിയൂരിൽ നിന്നാണ് കൂടിയൂര് എല്ലാവരും കൂടിച്ചേർന്ന് 30 കോടി ദേവങ്ങൾ വന്നിട്ട് സംഗമിക്കുന്ന സ്ഥലം ത്രിമൂർത്തികൾ. എല്ലാ ദേവങ്ങളും എല്ലാവരും ഇടാം. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കാനും അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു അടിയന്തരത്തിൽ ഭഗവാന്റെ ഈ സന്നിധാനത്തിൽ ഈ ഒരു സ്ഥാനത്ത് നിൽക്കാനും പറ്റിയത് നമ്മളെ എന്താ പറയുക മുൻജന്മ പൂർവികന്മാർ ചെയ്തൊരു അനുഗ്രഹം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊന്നും ആഗ്രഹിച്ചാലും എത്തിപ്പെടാൻ പറ്റാത്തല്ല. ചുരുക്ക കിട്ടിയാലും നമ്മുടെ ഒരു സാധനം ഭഗവാന്റെ അടുത്ത് ഒരു നുള്ളിൽ പ്രസാദം കിട്ടുമെന്നുള്ളൊരു വാദ്യം നിൽക്കുന്നു ചെയ്യുന്നത്. അത് നമ്മളെ ജീവിത അവസാനം വരെ ഭഗവാന് വേണ്ടി നമ്മളെ ജീവിതത്തിൽ അർപ്പിച്ചിട്ടുണ്ട്.